ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വരുണും കൂട്ടുകാരും കൂടി ചേർന്ന് കൃഷിനെയും കൺമണിയെയും കാണാനായി ദേവ്ജിയുടെ വീട്ടിലേക്ക് വരികയാണ്. ശത്രുതെല്ലാം മറന്ന് എല്ലാം കോംപ്രമൈസ് ചെയ്യാനാണ് വരുൺ വരുന്നത്. എന്നാൽ വരുണിനെ വിശ്വസിക്കാൻ കൃഷിനും കൺമണിക്കും ഒരു പേടിയുണ്ട്. വരുൺ അങ്ങനെ കൃഷിനോട് പറയുന്നുണ്ട്, സത്യത്തിൽ ഞാൻ കൃഷിനെ കാണാനാണ് വന്നത്, പക്ഷേ കൃഷിനെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി, അതുകൊണ്ടാണ് കൺമണിയെ കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചത്. എനിക്കെന്തായാലും കൃഷിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, താൻ പറഞ്ഞോ വരുണേ, ഇത് ദേവ്ജിയുടെ വീടാണ്. ദേവ്സാറിന്റെ വീട്ടിനകത്തേക്ക് വന്ന ഒരാള് ഞങ്ങളുടെയും ഗസ്റ്റാണ്. പിന്നെ ഇവിടെ ദേവ്സാറിന് കൂടി കേൾക്കാൻ പറ്റുന്ന കാര്യം മാത്രമാണെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ വരുൺ ദേവ്ജിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേവ്സാർ, എനിക്ക് മറ്റൊരു നാട്ടിലേക്ക് പോവാനോ മറ്റു ബിസിനസ് നോക്കാനോ കഴിയില്ല. എൻ്റെ അടുത്ത് ബിസിനസ്സിന് വേണ്ടി മാറ്റിവെച്ച കുറച്ച് പണമുണ്ട്, അത് ഞാൻ കൃഷിന് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അത് വേണ്ട വരുണേ എന്ന്. വരുൺ അപ്പോൾ പറയാണ്, ഡീറ്റെയിൽസ് പോലും ചോദിക്കാതെ എന്നോട് വേണ്ട എന്ന് പറയുന്നത് ഞാൻ ചതിക്കാണെന്ന് കരുതിയിട്ടാണോ എന്നങ്ങനെ വരുൺ ചോദിക്കുകയാണ്. ജോൾസിനപ്പോൾ പറയുന്നുണ്ട്, ഇന്നലെ വരെ വരുൺ മുതലാളി ചതിക്കുന്ന ആളായിരുന്നു, പക്ഷേ ഇന്നു മുതൽ അങ്ങനെയല്ല ട്ടോ, പൂർണ്ണമായി മാറിയ ഒരാളെയാണ് നിങ്ങൾക്കിന്ന് കാണാൻ കഴിയുന്നതെന്ന് ജോൾസിനെ അങ്ങനെ പറയുമ്പോൾ ദേവ്ജി വരുണിനെ കളിയാക്കിക്കൊണ്ട് കൃഷ്ണനോട് അങ്ങനെ സംസാരിക്കുകയാണ്. കൃഷി, നമുക്കൊരു ടിക്കറ്റ് വെച്ച് വരുണിനെ അങ്ങോട്ട് പ്രദർശിപ്പിച്ചാലോ, പൂർവ്വങ്ങളിൽ അപൂർവം കാണുന്നതല്ലേ ഇതൊക്കെയെന്ന് ദേവ്ജി അങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, പരിഹസിക്കരുത് ദേവ്ജി, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണമെന്ന് വരുൺ അങ്ങനെ പറയാണ്. എന്നാൽ കൃഷി അപ്പം തന്നെ പറയുന്നുണ്ട്, പറ്റില്ല വരുൺ, എനിക്ക് ബിസിനസ് തുടങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുവേണ്ടി വരുണിൽ നിന്ന് ഞാൻ ക്യാഷ് വാങ്ങില്ല, അതെനിക്ക് പറ്റില്ലെന്ന് തീർത്ത് പറയാണ്. കൺമണിയപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും വരുൺ വന്നത് നന്നായി, മനസ്സിലുള്ള വിഷമൊക്കെ അങ്ങ് മാറുമല്ലോ എന്ന് പറയാണ്. വരുൺ അപ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി, എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരോട് അങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ്. വരുൺ പോയതും കൃഷി ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട്, ദേവ്സാറിന് എന്ത് തോന്നുന്നു എന്ന്. ദേവ്ജി അപ്പോൾ പറയുന്നുണ്ട്, വലിയ കുഴപ്പമുണ്ടെന്നൊന്നും തോന്നുന്നില്ല, പക്ഷേ നമ്മൾ ഈ കാര്യം നേരത്തെ നിഷേധിക്കാൻ തീരുമാനിച്ചതല്ലേ, പിന്നെന്താ എന്ന് അങ്ങനെ ചോദിക്കുകയാണ്. കൺമണിയപ്പോൾ പറയുന്നുണ്ട്, വേറൊന്നും കൊണ്ടല്ല ദേവ്സാർ, വരുണുമായിട്ടുള്ള ശത്രുത തീർന്നില്ലേ, അതുമാത്രമാണ് നമുക്ക് കിട്ടിയ ലാഭമെന്ന് കൺമണി പറയുന്നുണ്ട്. ദേവ്സാർ അപ്പോൾ പറയുന്നുണ്ട്, അത് കൺമണി പറഞ്ഞത് ശരിയാണ്, ഒന്നുമില്ലായ്മയിൽ ശത്രുത കൂടി ഉണ്ടാവുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ലെന്ന് അങ്ങനെ പറയുകയാണ്. പിന്നീട് മാനസിയും ജയ്മോഹനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. മാനസപ്പോൾ ജയ്മോഹനോട് ബലരാമനെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. ജയ്മോഹനപ്പോൾ ആ വിളിച്ചു മോളെ, അവനിപ്പോൾ വരുമെന്ന് പറയാണ്. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഹേമ കൊടുന്ന് വെക്കുന്നുണ്ട്. ജയ്മോഹനും മാനസിക്കും വിളമ്പി കൊടുത്ത് കഴിക്കുമെന്ന് പറയുമ്പോൾ ജയ്മോഹൻ പറയുന്നുണ്ട്, ബലരാമൻ കൂടി വരട്ടെ എന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബലരാമൻ വരുന്നുണ്ട്. ഇതെന്താ എത്ര നേരമായിട്ട് അങ്കിള് കഴിച്ചില്ലേ എന്ന് ജയ്മോഹനോട് ബലരാമൻ ചോദിക്കുമ്പോൾ ജയ്മോഹൻ പറയുന്നുണ്ട്, ബലരാമൻ വരട്ടെ എന്ന് വിചാരിച്ചു എന്ന്. എന്തു പറ്റി ആൻറ്റി, ആൻറ്റി ഇരിക്കുന്നില്ലേ എന്ന് ബലരാമൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഹേമ പറയുന്നുണ്ട്, നിങ്ങൾ ഇരിക്കേ, ഞാൻ പിന്നീട് കഴിക്കാമെന്ന് പറയുകയാണ്. ബലരാമൻ അപ്പം പറയുന്നുണ്ട്, ആൻറ്റി കൂടി ഇരിക്കേ, ഇതെന്ത് ബോറൻ പരിപാടിയാണ്, ഇത്ര നേരം ഇതെല്ലാം ഉണ്ടാക്കിയത് ആൻറ്റിയാണ്, മേശപ്പുറത്ത് ഇതെല്ലാം വിളമ്പി വെക്കുന്നതും ആൻറ്റി, എന്നിട്ട് ആൻറ്റി ആണെങ്കിൽ അവസാനം കഴിക്കുന്നു, ഇതെന്താണെങ്കിൽ ഇങ്ങനെയെന്ന് ബലരാമൻ അങ്ങനെ ചോദിക്കുമ്പോൾ ജയമോഹൻ പറയുന്നുണ്ട്, നേരത്തെ ഉണ്ടാക്കി വെച്ച ശീലങ്ങളുണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയില്ലല്ലോ, പിന്നെ ചില തറവാട്ട് ശീലങ്ങൾ അത് നമ്മൾ മറക്കില്ലല്ലോ എന്ന് ജയമോഹൻ അങ്ങനെ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല, ഇത്തരം ശീലങ്ങൾ അവർ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് നമ്മളാണ്, അപ്പോഴല്ലേ അവർ നമ്മുടെ കൂടെയുണ്ടെന്ന് തോന്നലുണ്ടാവൂ അങ്കിൾ എന്നങ്ങനെ ബലരാമൻ പറയുന്നുണ്ടെങ്കിലും ജയമോഹനും മാനസികമാണെങ്കിൽ എതിർത്തൊന്നും പറയാതെ എല്ലാം അങ്ങനെ കേട്ടിരുന്നുകൊണ്ട് കഴിക്കുകയാണ്. ഹേമയാണെങ്കിൽ എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് സോഫയിൽ മാറിയിരിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം ബലരാമനാണെങ്കിൽ പുറത്തേക്ക് വരികയാണ്. പിന്നാലെ തന്നെ മാനസിയും വരുന്നുണ്ട്. എന്തുപറ്റി ബലരാമൻ, കാര്യമായിട്ടൊരു ആലോചന എന്ന് മാനസ അങ്ങനെ ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, മാനസ, ഇന്ന് അലികയിലെത്തുമ്പോൾ എനിക്ക് ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, വേറൊന്നുമല്ല, നമ്മൾ മുന്നോട്ടു പോകുന്ന രീതികളെക്കുറിച്ച് ഇന്നലെ വരെ നമ്മൾ നടപ്പിലാക്കിയ രീതികളല്ലോ ഇന്നു മുതൽ, ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് വലിയൊരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തി, എളുപ്പകാലത്താണ് ഞാൻ അതിലൊരു തീരുമാനമെടുത്തത്, പറ്റുമെങ്കിൽ നമുക്ക് ബോർഡ് മീറ്റിംഗ് കൂടാം, അതിൽ തന്നെ നമ്മളുടെ തീരുമാനങ്ങൾ പറയാം എന്ന് ബലരാമൻ പറയാണ്. മാനസപ്പ ചോദിക്കുന്നുണ്ട്, എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുള്ള എന്ത് തീരുമാനമാണ് ബലരാമൻ പറയുന്നതെന്ന്. മാനസ അങ്ങനെ ചോദിക്കുകയാണ്. ബലരാമൻ പറയുന്നുണ്ട്, ഔദ്യോഗികമായ ഒരു മീറ്റിംഗ് ഒന്നുമല്ല ഇത്, പക്ഷേ അതിൽ പങ്കെടുക്കേണ്ടവരെല്ലാവരും
നിർബന്ധമായും പങ്കെടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ ദേവ്ജി, മഹിപാൽ, കൺമണി ഇവരൊക്കെ എന്തായാലും അതിലുണ്ടാവണം എന്ന് പറയാണ്. മാനസ അപ്പോൾ ചോദിക്കുന്നുണ്ട്, കൺമണിയുടെ പൊസിഷൻ ഇപ്പോൾ അവിടെ അല്ലല്ലോ, പിന്നെ എന്തിനാണ് കൺമണി അതിൽ പങ്കെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, കൺമണിയുടെ പൊസിഷൻ എങ്ങനെയാണ് താഴോട്ട് പോയത്, മാനസയ്ക്ക് കൺമണിയോടുള്ള ശത്രുത അതല്ലേ കാരണം. അപ്പോൾ പിന്നെ മാനസ നടപ്പിലാക്കുന്ന പദ്ധതികൾ ആരാണ് അറിയേണ്ടത്? കൺമണിയല്ലേ. പിന്നെ അവള് നമ്മുടെ പദ്ധതികൾ അറിയുന്നുവെന്നേ ഉള്ളൂ, പക്ഷേ മീറ്റിങ്ങിൽ അവൾക്ക് ഒരു ചെയർ പോലും ഇരിക്കാൻ കൊടുക്കരുത്, എല്ലാം നിന്ന് തന്നെ കൺമണി കേൾക്കണമെന്ന് ബലരാമൻ അങ്ങനെ പറയാണ്. മാനസപ്പ പറയുന്നുണ്ട്, താങ്ക് യു ബലരാമ, എൻ്റെ വൈരാഗ്യത്തെക്കുറിച്ച് ബലരാമൻ ഇത്ര നന്നായി ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, തന്നെക്കുറിച്ച് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടെന്ന് മാനസയുടെ കണ്ണിൽ നോക്കി അങ്ങനെ ബലരാമൻ പറയാണ്. മാനസയ്ക്ക് അപ്പോൾ ആകെപ്പാടെ ഒരു നാണം വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം നോക്കി അങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നീട് കൃഷിയാണെങ്കിൽ തൻ്റെ ഷർട്ടും മുണ്ടെല്ലാം അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൺമണി വരുന്നത്. ഇത് ഞാൻ ചെയ്തു തരണോ എന്ന് കൺമണി അങ്ങനെ ചോദിക്കുമ്പോൾ കൃഷി എന്നാ പിന്നെ ചെയ്തോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അലമാറയിൽ നിന്നും ഒരു മുണ്ടെടുത്ത് കൺമണിയോട് ഇതുകൂടി അയൺ ചെയ്തു തരണമെന്ന് പറയുകയാണ്. കൺമണിയപ്പോൾ ശരിയെന്നും പറയുന്നുണ്ട്. അങ്ങനെ കൃഷി അയൺ ചെയ്ത ടീഷർട്ടുമായി പുറത്തേക്ക് പോവാൻ നിൽക്കുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇത് ഡബിൾ മുണ്ടാണ്, ഇത് പിടിക്കാൻ രണ്ടാള് വേണമെന്ന് പറയുമ്പോൾ കൃഷി അതിനിപ്പോൾ ആര് വരാനാ എന്ന് ചോദിക്കുകയാണ്. കൺമണിയപ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരും വേണ്ട, നമ്മൾ രണ്ടുപേരും തന്നെ പിടിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ രണ്ടറ്റവും രണ്ടാളും അങ്ങനെ പിടിക്കുകയാണ്. എന്നാൽ കൃഷിനാണെങ്കിൽ ഒരു കുസൃതി തോന്നുകയാണ്. മുണ്ടിന്റെ ഒരറ്റം പിടിച്ചിരിക്കുന്ന കൃഷി ആ മുണ്ടങ്ങനെ ദേഹത്തു കൂടെ ചുറ്റി കൺമണി അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതിന്റെ അറ്റം എവിടെ കൺമണി എന്ന് ചോദിച്ചുകൊണ്ടാണ് കൃഷി അങ്ങനെ ചെയ്യുന്നത്. കൺമണി അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് കൃഷി സാർ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, പരിചയമില്ലാത്തത് കൊണ്ടല്ലേ എന്ന്. കൺമണി അപ്പം തന്നെ പറയുന്നുണ്ട്, ഇത് പരിചയമില്ലാത്തത് കൊണ്ടൊന്നല്ല, പരിചയം കൂടിപ്പോയിട്ടാണ്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഈ സൂത്രം എന്നൊക്കെ കൺമണി അങ്ങനെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ സൂത്രം എന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് ചുറ്റുമൊന്ന് നോക്കി സാർ അവിടെയൊന്നും ഉറപ്പില്ലെന്ന് വരുത്തി തീർത്ത് കൃഷി അങ്ങനെ കൺമണിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. കൺമണി അപ്പം തന്നെ കൃഷ്ണനെ പിടിച്ച് അടിക്കുന്നുണ്ട്. പിന്നെ അവരങ്ങനെ കോംപ്രമൈസ് ആവുകയാണ്. അതിനുശേഷം കൃഷിയും കൺമണിയും റെഡിയായി പുറത്തേക്ക് പോവുകയാണ്. കൃഷിനോട് കൺമണി അങ്ങനെ പറയുന്നുണ്ട്, സാർ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു റൊമാൻസും ഇല്ല, നമ്മളിപ്പോൾ ദുരിതങ്ങളുമായി പടവെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ റൊമാൻസ് വരാനായെന്നൊക്കെ കൺമണി അങ്ങനെ ചോദിക്കുകയാണ്. കൃഷപ്പ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ശരി, നീ കാറിൽ കയറി എന്ന് പറഞ്ഞ് കൺമണിയെ കാറിൽ കയറ്റിക്കൊണ്ട് കൃഷി അങ്ങനെ റൊമാൻറ്റിക് പ്ലേസ് ആയ ഒരു സ്ഥലത്തേക്ക് കൺമണിയെ കൊണ്ടുപോവുകയാണ്. അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ച് കളിയും പാട്ടും ചിരിയും ഡാൻസും എല്ലാമായി അവരങ്ങനെ കുറച്ചു നേരത്തേക്ക് റൊമാൻറ്റിക് ആവുകയാണ്. പിന്നീട് ശ്രീനിവാസനാണെങ്കിൽ ഒറ്റയ്ക്ക് റോഡിലൂടെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതുവഴി ഒരു കാറ് വരുന്നത്. ആ കാറ് ശ്രീനിവാസിന്റെ മുന്നിൽ എത്തുന്നതും ഒരു ബാഗ് എടുത്ത് ശ്രീനിവാസിന്റെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ശ്രീനിവാസൻ അപ്പം തന്നെ ആ ബാഗിൽ എന്താണെന്ന് നോക്കാനായി അടുത്തേക്ക് പോയി ആ ബാഗ് തുറന്നു നോക്കുന്നതും തനിക്ക് നഷ്ടപ്പെട്ടു പോയ ക്യാഷാണ് ആ ബാഗിലുള്ളതെന്ന് മനസ്സിലാവുകയാണ്. ആ ക്യാഷ് കിട്ടുന്നതും ശ്രീനിവാസിന് ഒരുപാട് സന്തോഷവും സങ്കടവും ആവുന്നുണ്ട്. ആ പണവും ബാഗുമായി ശ്രീനിവാസൻ അപ്പം തന്നെ നേരെ കൺമണിയുടെ അടുത്തേക്ക് ദേവ്സാറിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വരുണും കൂട്ടരും കൂടിയാണ് ആ ക്യാഷ് തിരികെ ശ്രീനിവാസിന് തന്നെ കൊടുത്തത്. ആ ക്യാഷ് ശ്രീനിവാസിന്റെ മുന്നിലിട്ട് കൊടുത്തതിന് ശേഷം അവരങ്ങനെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി കാറ് നിർത്തിക്കൊണ്ട് അവർ ആ ക്യാഷിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ക്യാഷ് എന്തായാലും എനിക്ക് അവകാശപ്പെട്ടതല്ല, അത് തിരിച്ച് കൺമണിയുടെ അച്ഛൻ എന്നെ കൊടുത്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവുമായി. ഇനി ഇങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവാമെന്നൊക്കെ വരുൺ അങ്ങനെ കൂട്ടുകാരോട് പറയാണ്. അവസാനം കൂട്ടുകാരും വരുണിന്റെ ആ നല്ല പ്രവൃത്തിയെ പ്രശംസിക്കുന്നുണ്ട്. എന്നായാലും വരുൺ മുതലാളിക്ക് നല്ലൊരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് തേടി വരുമെന്ന് അങ്ങനെ പറയാണ്. വരുണപ്പ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാനൊരു പെണ്ണിനെ കുറിച്ചോ കൺമണിയെ കുറിച്ചോ ഒന്നും ആലോചിക്കുന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകണം, അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ, ചെയ്ത തെറ്റുകളെല്ലാം എനിക്ക് തിരുത്തണം എന്നെല്ലാം വരുൺ അങ്ങനെ പറയാണ്. അതിനുശേഷം ശ്രീനിവാസൻ ആ പണവുമായി ദേജിയുടെ വീട്ടിലെത്തുകയാണ്. ആ സമയത്ത് കൺമണിയാണെങ്കിൽ വീടെല്ലാം അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് ശ്രീനിവാസൻ വരുന്നത്. മോളെ കൺമണി, കൃഷി എവിടെ, ദേവ്സാർ എവിടെ എന്നൊക്കെ ശ്രീനിവാസൻ അങ്ങനെ ചോദിക്കുമ്പോൾ കൺമണി
കൺമണി എന്തു പറ്റി അച്ഛന് അവരെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയാണ്. അപ്പൊ തന്നെ ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് ശ്രീനിവാസൻ കൃഷിനെയും ദേവ്സാറിനെയും വിളിക്കുന്നുണ്ട്. അവരപ്പം തന്നെ പേടിച്ചുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. എന്താണ് കാര്യമെന്ന് അവരങ്ങനെ ശ്രീനിവാസനോട് ചോദിക്കുകയാണ്. ശ്രീനിവാസനപ്പം പറയുന്നുണ്ട്, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, ഒരു അത്ഭുതം നടന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ശ്രീനിവാസൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി പണമുള്ള ആ ബാഗ് വെക്കുകയാണ്. അതിനുള്ളിൽ നിന്നും പണമെടുത്ത് ശ്രീനിവാസൻ അങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ പണം കണ്ട് കൃഷും കൺമണിയും ദേവ്ജിയും ഒരുപോലെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ശ്രീനിവാസനാണെങ്കിൽ അതീവ സന്തോഷത്തിലാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.